ബ്ലസ് മെഗാ ബൈബിൾ ക്വിസ് 2026 എപ്പിസോഡ് 116 ആൻസർ റിവീലിംഗ് വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ബൈബിൾ പോർഷൻ പറയുന്നു ഇയോബ് 25 മുതൽ 28 വരെ, അപ്പോസ്തല പ്രവർത്തികൾ 27 അധ്യായം. ഇതിൽ നിന്നായിരുന്നു ഇന്നലെ 5 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ആൻസേഴ്സ് പറയാണ് കേട്ടോ. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: അതിവേഗത്തിൽ പാഞ്ഞു ചെല്ലുവാൻ കഴിവുള്ള ഒരു ജീവി. ഈ ജീവിയുടെ പേരൊരു പ്രവചന പുസ്തകത്തിലുമുണ്ട്. ഏതാണ്? ഇതായിരുന്നു ചോദ്യം. ഉത്തരം വിദ്രുത സർപ്പം. ഇയോബ് 26-13 വാക്യത്തിലാണ് ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത്. വിദ്രുത അർത്ഥം അതിവേഗത്തിൽ പാഞ്ഞു ചെല്ലുക എന്നുള്ളതാണ് കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: സസ്യങ്ങളിൽ അല്ലെങ്കിൽ ചെടികളിൽ കാണപ്പെടുന്നതും സംഗീതത്തിൽ ഉള്ളതുമായ 2 പദങ്ങൾ ചേർന്ന ഒറ്റപ്പദം. ഇത് വളരെ മൂല്യമുള്ളതാണ്. എന്താണ്? ഇതായിരുന്നു ക്വസ്റ്റ്യൻ. ഉത്തരം പുഷ്പരാഗം. ഇയോബ് 28-19 വാക്യത്തിലാണ് ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. ചെടികളിൽ ഉള്ളത് പുഷ്പം, സംഗീതത്തിൽ ഉള്ളത് രാഗം. ഓക്കെ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു: 5 അക്ഷരമുള്ള ഒരു പദം 1-2 അക്ഷരങ്ങൾ ചേരുമ്പോൾ ബൈബിളിൽ പറഞ്ഞിട്ടില്ലാത്തൊരു വാഹനം. 1, 3, 4 അക്ഷരങ്ങൾ ചേരുമ്പോൾ പ്രണയിനി എന്നർത്ഥം. 1, 5 അക്ഷരങ്ങൾ ചേരുമ്പോൾ ഒരു ശരീര അവയവം. എങ്കിൽ 5 അക്ഷര വാക്ക് ഏത്? ഇതായിരുന്നു ചോദ്യം. ഉത്തരം കാർമുകിൽ എന്നുള്ളതാണ്. ഇയോബ് 26-8 വാക്യത്തിലാണ് ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. അതിൽ വാഹനം എന്നുള്ളത് കാർ, പ്രണയിനി എന്നുള്ളത് കാമുകി, അവയവം കാൽ. ഇതാണ് ഉത്തരം. നാലാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു: യേശുക്രിസ്തു ചെയ്ത ഒരു അനുഗ്രഹീത ശുശ്രൂഷ പൗലോസ് ചെയ്തിട്ടുണ്ട്. എന്താണ്? ഇതായിരുന്നു ചോദ്യം. ഉത്തരം അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി ഭക്ഷിപ്പാൻ കൊടുത്തു. അപ്പോസ്തല പ്രവർത്തികൾ 27-35 വാക്യത്തിലാണ് നമുക്ക് ഈ ഉത്തരം കാണാൻ പറ്റുന്നത് കേട്ടോ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു: ബൈബിളിൽ ഇല്ലാത്ത ഒരു സ്ത്രീ നാമത്തിൽ ആരംഭിക്കുകയും ഒരു അവയവത്തിന്റെ പേരിൽ അവസാനിക്കുകയും ചെയ്യുന്ന 6 അക്ഷര വാക്ക് ഏത്? ഇതായിരുന്നു ചോദ്യം. ഉത്തരം ശുഭ തുറമുഖം. അപ്പോസ്തല പ്രവർത്തികൾ 27-8 വാക്യത്തിലാണ് ഈ ഉത്തരം കാണാൻ പറ്റുന്നത് കേട്ടോ. പേര് ശുഭ, അവയവം മുഖം എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം കിട്ടിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ശരി ഉത്തരം കിട്ടിയിട്ടില്ലാത്തവരും വിഷമിക്കേണ്ട കാര്യമില്ല. എന്താ പറയാ, നല്ല നീറ്റായിട്ട്, അതായത് ശ്രദ്ധയോടെ ഓരോ വാക്കിന്റെയും മീനിങ് മനസ്സിലാക്കി നല്ലപോലെ കുറെ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത്, അതൊരു 5 പ്രാവശ്യമെങ്കിലും ആ പോർഷൻ റിപ്പീറ്റ് ചെയ്ത് വായിക്കുന്നവർക്ക് നല്ലോണം മനസ്സിലാവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആൻസേഴ്സ് ശരിയായിട്ട് കിട്ടിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അടുത്ത പോർഷൻ പറയുന്നു ഇയോബ് 29 മുതൽ 32 വരെ, അപ്പോസ്തല പ്രവർത്തികൾ 28 അധ്യായം. ഇതിൽ നിന്നായിരിക്കും അടുത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. എല്ലാവരും വായിച്ച് റെഡി ആയിക്കോളൂ. അടുത്ത ക്വസ്റ്റ്യൻസുമായിട്ട് മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ ഏഞ്ചൽ സൈനിങ് ഓഫ്. ബൈ ആൻഡ് ടേക്ക് കെയർ.